ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ BS6 മോഡൽ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് പറഞ്ഞാൽ മിസ്സിങ് കംപ്ലയിൻ്റ് ആണ്. റണ്ണിങ്ങിൽ ഇടയ്ക്ക് ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. മിസ്സിങ് കാണിച്ച് വണ്ടി ഓഫ് ആവണമെന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ശരിക്കും ഏകദേശം നമ്മളൊരു 5-8 കിലോമീറ്ററോളം ഓടിച്ചു നോക്കി. പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് മിസ്സിങ്ങിൻ്റേതായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. മിസ്സിങ് ആവുകയോ വണ്ടി ഓഫ് ആവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-8 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു നോക്കി. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ അങ്ങനെ വന്നിട്ടില്ല നമുക്ക്. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ പമ്പിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്റർ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണമാണ് കാണിക്കുക. അത് വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 3-4 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് ഓടി കഴിയുമ്പോഴത്തേക്കും പെട്രോൾ കിട്ടാത്ത പോലെ വണ്ടി ഒരു മിസ്സിങ് പോലെ കാണിക്കുകയും, എന്നാൽ 100% ഓഫ് ആവുകയൊന്നുമില്ല. വണ്ടി ഓഫ് ആയാൽ പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഒരുപാട് ആക്സിലേഷൻ കൊടുക്കുമ്പോഴേക്കാണ് സാധാരണ കംപ്ലയിൻറ്റ് കാണിക്കുക. അതാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ നോക്കി. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. കമ്പനി ഫിൽറ്ററല്ല, പക്ഷേ പുതിയ ഫിൽറ്ററാണ്, മിൻ്റെയുടെ ഫിൽറ്ററാണ്. അപ്പോൾ ഫിൽറ്റർ ഇപ്പം നിലവിൽ മാറ്റണമെന്നില്ല. പുത്തൻ ഫിൽറ്ററല്ലേ, കുറച്ച് ഓടിക്കോട്ടെ. എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണ്. അപ്പോൾ കുറച്ച് കിടന്ന് ഓടിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പിന്നീട് സർവീസിന് കയറ്റുമ്പോൾ മാറ്റി കളഞ്ഞാലും മതി. ഇനി അതല്ല കൂട്ടത്തിൽ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റി കളയാം. എപ്പോഴും നമുക്ക് ഒറിജിനൽ ഇടണമാണ് ബെറ്റർ. പിന്നെ ഇത് നിലവിൽ പുതിയതായതുകൊണ്ട് കുറച്ച് നാൾ കിടന്ന് ഓടണതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പേപ്പർ ഫിൽറ്റർ തന്നെയാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, അതല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് ഫ്യൂൽ പമ്പ് അഴിച്ചിട്ട് അതിൻ്റെ ഫിൽറ്റർ മാറ്റാനായിട്ട് നോക്കാം. കാരണം അത് സാധാരണ രീതിയിൽ നമുക്കൊരു 30,000 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ മാറ്റേണ്ടി വരാറുണ്ട്. അതായത് ഒരു ആവറേജ് കിലോമീറ്റർ പറയുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഒട്ടുമിക്ക വണ്ടികളിലും ഏകദേശം ഒരു 30 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ്സ് അങ്ങനെ മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ചില വണ്ടികളിൽ അതിക്ക് മുമ്പും കാണിക്കാറുണ്ട്. അപ്പോൾ ആവറേജ് നമ്മളൊരു ഡ്യൂറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 നമുക്ക് കണക്ക് കൂട്ടാം. 30,000 കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കതൊന്ന് മാറ്റിയിടാം. ഏകദേശം ഒരു 300-350 രൂപ നമുക്ക് ഫിൽറ്ററിന് വരാം. പിന്നെ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യണതിൻ്റെ എമൗണ്ടും ലേബർ ചാർജും വരും കേട്ടോ. അത്രയാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ഈ എയർ ഫിൽറ്ററിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളാം. അല്ലെങ്കിൽ ബാക്കിയത്തെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. എയർ ഫിൽറ്റർ പുതിയതായതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഏതായാലും മാറ്റണമെങ്കിൽ മാറ്റിയിടാം. ഇനി അതല്ലെങ്കിൽ അതന്നെ നമുക്ക് വേണമെങ്കിൽ ഇടണം, അതിടാം. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് മാറ്റി കളഞ്ഞാലും മതി. പിന്നീട് സർവീസിന് കയറ്റുമ്പോൾ മാറ്റി കളഞ്ഞാലും മതി. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിലൂടെ പ്ലഗും മാറ്റി കളയാം. അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ അഴിച്ച് മാറ്റി വരുമ്പോൾ എന്നെ എമൗണ്ട് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിക്ക് മുമ്പ് വേറെ വണ്ടികളിൽ കാണിച്ചാണ് കംപ്ലയിൻറ്റ്സിൻ്റെ ലക്ഷണം ഇത് സെയിം തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ. തന്നെയല്ല ഇപ്പോൾ നമുക്ക് ഏകദേശം 40,000 കിലോമീറ്റർ മുകളിലായിട്ടുണ്ട്. 46,000 കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും 30,000 കഴിഞ്ഞാൽ ഫിൽറ്റർ നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എയർ ഫിൽറ്റർ മറ്റേ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ മാറ്റണത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തു.